The last two sessions that I led, we were studying the topic of abiding in Christ. Therefore, if anyone is in Christ, he is a new creation. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നുള്ള ചിന്താവിഷയം നമ്മൾ തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. And just a reminder of what we looked at already the last two times that we were here. First, we said the outcome of being in Christ is that we become a new creation. ഒരുവൻ ക്രിസ്തുവിലായാൽ അതിൻ്റെ പരിണത ഫലം എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ സൃഷ്ടിയാകും. What's the purpose of being in Christ? ക്രിസ്തുവിൽ ആകുന്നതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യമെന്ത് എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. The purpose of being in Christ is to be fruitful, to abide in Him എന്നുള്ള ചിന്താവിഷയം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. So we've been in Gospel of John chapter 15. We've been going through verses 1 through 5 the last several weeks. In verses 4 and 5 it says, "Abide in me and I will abide in you. And as the branch cannot bear fruit of itself unless it abides in the vine, neither can you unless you abide in me. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല." Verse 5, "I am the vine, you are the branches. He who abides in me and I in him bears much fruit, for without me you can do nothing." ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരി നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. So we looked at 4 things about abiding in Him, and I want to review that as we go into the 5th thing this morning. നമ്മൾ ഒന്നാമതായി ചിന്തിച്ച വിഷയം, this abiding is the perfect image of the extension of the perfect union we see in God. ദൈവത്തിൽ നാം കാണുന്ന തികഞ്ഞ ഐക്യമത്യത്തിൻ്റെ ഒരു വിപുലീകരണമാണ് നമ്മളും അതുപോലെ ആകുക എന്ന് പറയുന്നത്. It's an extension of the perfect union of God. The second thing that we looked at is that this is a mutual relationship. ഇതൊരു പരസ്പര ബന്ധമാണ്, ഇല്ലേ? നമ്മൾ വാക്യത്തിൽ എഴുതിയല്ലോ, "Abide in me and I will abide in you." നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിൽ വസിക്കും. മൂന്നാമതായി നമ്മൾ ചിന്തിച്ച വിഷയം, there is a beautiful assurance in this promise. ഈ ചിന്താവിഷയത്തിൽ കർത്താവ് പറഞ്ഞ ഈ വാചകത്തിൽ ഒരു വലിയ മനോഹരമായ ഒരു ഉറപ്പുണ്ട്. 2 things that we looked at: an assurance of provision and an assurance of protection. അല്ലേ? പരിചരണത്തിൻ്റെ ഒരു ഉറപ്പും സംരക്ഷണത്തിൻ്റെ ഒരു ഉറപ്പും നമ്മൾ കാണുവാൻ സാധിച്ചു. And the 4th thing that we looked at last time was that this is a constant connection. ഇതൊരു സ്ഥിരമായ ബന്ധമാണ്, ഇത് അറ്റുപോകുന്ന ബന്ധമല്ല. We looked at Psalms 91 last time. Remember that? 91 സങ്കീർത്തനത്തിൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്ത നിഴലെങ്കിൽ പാർക്കുകയും ചെയ്യുന്നവൻ, he who dwells in the secret place of the Most High. And that psalmist gives us such a beautiful description of all the blessings that we have if we are living, if we are abiding in the presence of God. We looked at all of that, and the psalmist divides that up into 2 sections, and you can read through that, and that brings so much assurance and comfort to us. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ആ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ബലം, ഒരു സന്തോഷം. കാരണം അതിനകത്ത് പറഞ്ഞു തുടങ്ങുന്നത് എന്താ അറിയാമോ? എൻ്റെ ദൈവത്തിൽ വസിക്കുവാൻ സാധിക്കുന്നെങ്കിൽ, ആ നിഴലിൻ കീഴിൽ പാർക്കുവാൻ സാധിക്കുന്നെങ്കിൽ എത്രയോ നന്മകൾ, അനുഗ്രഹങ്ങൾ, സംരക്ഷണങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി തരുന്നതെന്ന് നമുക്ക് ആ സംഗീതത്തിൽ വായിക്കുവാൻ സാധിക്കുന്നു. The last thing that we looked at is, till when do we abide in Christ? എന്നുവരെ, എത്രത്തോളമാണ് നമ്മൾ ആ ക്രിസ്തുവിൽ വസിക്കേണ്ടത്? 1 യോഹന്നാൻ 2:28 നമ്മൾ വായിച്ചു, "ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ." Abide in him until he comes. ക്രിസ്തു വരുന്നത് വരെ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ നമ്മൾ ക്രിസ്തുവിൽ വസിക്കണം. So this morning I want to start with a question based on what we've already looked at. How do we keep this constant connection? ഇതൊരു സ്ഥിരമായ ബന്ധം ആയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ സ്ഥിരത സൂക്ഷിക്കുന്നത്? How do we maintain that relationship in the true vine and the vine dresser's care? And that's what I want to talk about a little bit this morning. The first thing is to have a life of prayer. ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ബന്ധം നിലനിർത്തണമെങ്കിൽ,
സ്ഥിരമായി വസിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കാണേണ്ട വിഷയമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ആ ബന്ധം നിലനിർത്തുവാൻ സാധിക്കത്തുള്ളൂ. Most people think prayer is talking to God. പലപ്പോഴും നമ്മുടെ ചിന്ത പ്രാർത്ഥന നമ്മൾ ദൈവത്തോട് സംസാരിക്കുക. You know what prayer is? Prayer is not talking to God. Prayer is talking with God. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് കൂടെ ഇരുന്ന് സംസാരിക്കുക. ദൈവത്തോട് മാത്രം സംസാരിക്കുന്നതല്ല പ്രാർത്ഥന. ദൈവത്തോട് കൂടെ ഇരുന്ന ഒരു സംഭാഷണം. There must be a conversation when you pray. I mentioned that on Thursdays, a few people come and pray here for an hour, for the young people. And they've started to say what the Lord is speaking to them as they spend time in prayer. And there's a couple of instances on Thursdays when they come together and they pray. This is the verse that the Lord gave me as we were praying. And come Sunday, the pastor would mention that same verse. And the following week we would come together, the young people said, what we talked about last Thursday, we heard it Sunday. So that gives you the constant connection. നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും മറ്റുള്ള വ്യക്തികൾക്കും അതേ വചനം ദൈവം കൊടുക്കും. നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ആ സംസാര വിഷയം, ആ ചിന്താ വിഷയം മറ്റുള്ളവർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് നമുക്ക് തിരുവചന പ്രകാരം നമുക്കറിയാം. We know from scriptures that the more we talk with God, engage with God, that same message or conversation is often given to somebody else and they come and speak to us, or they speak in public and we have that affirmation that what God told me is the right thing. So when we have prayer time, it is about speaking with God rather than speaking to God. And that prayer keeps that connection. In this chapter itself, when Jesus Christ said, if you abide in me and my words abide in you, ask whatever you wish and it will be done for you. അവിടെയാണ് ആ പരസ്പര ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ നിത്യബന്ധത്തിൻ്റെ അല്ലെങ്കിൽ നിന്നുപോകാത്ത ബന്ധത്തിൻ്റെ ഒരു വില നമ്മൾ അവിടെ അറിയുന്നത്. അവിടെ 7-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ. 7-ാം വാക്യം വായിക്കാമോ? If we abide in him and the Lord abides in us, whatever we ask, he will give unto us. ഒരു തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ. എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഒരു വ്യക്തി പറഞ്ഞു, ആ വാക്യം വായിച്ചിട്ട് ഞാൻ അന്ന് കിടക്കാൻ തരും കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നാളത്തെ ലോട്ടറിയുടെ നമ്പേഴ്സും തരണമേ എന്ന്. Having read that verse, someone prayed before he went to bed, Lord, if I could have the numbers for the lottery that will be drawn tomorrow, that would be great. I'm asking for that. അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ദൈവത്തിനെ ഒരു ATM പോലെ ആക്കല്ല. നമ്മുടെ ആവശ്യത്തിന് തക്കവണ്ണം നമ്മൾ ദൈവത്തെ തരം താഴ്ത്തരുത്. Our God is able to provide all that we need. പക്ഷെ നമ്മൾ ദൈവത്തിൽ വസിക്കുമ്പോൾ ആ വസിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്. When we abide in Christ, we understand his heart. And we ask, we present, we say things to God that matches what his heart aligns to. So we should be very careful that prayer doesn't become a laundry list of things that we want God to do. Prayer is often, yes, God, these are my requests, but let your will be done in my life. പ്രാർത്ഥന എന്ന് പറയുന്ന കർത്താവേ എനിക്ക് ഇത്രയെല്ലാം ആഗ്രഹമുണ്ട്, അപേക്ഷകളുണ്ട്, ആവശ്യങ്ങളുണ്ട്, അതെല്ലാം നിരത്തി വെച്ചു. എന്നിട്ട് അവസരം പറഞ്ഞു, കർത്താവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്നിൽ പൂർണ്ണമാക്കണം. So when we abide in him, we have the confidence to pray in that manner. Lord, not my will be done, but let your will be done. When we think about prayer, there's a parable that I always go to in the Gospel of Luke, chapter 18. ലൂക്കോസിന് ശേഷം 18-ാം അധ്യായത്തിൽ ഒരു ഉപമ കർത്താവ് പറഞ്ഞു. That parable is for the purpose of telling us to pray without stopping. അല്ലെങ്കിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാതിരിക്കുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു ഉപമയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ലൂക്കോസിന് ശേഷം 18-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്നുണ്ടല്ലോ, ഒരു ദുഷ്ടനായ ന്യായാധിപതി, വിക്കഡ് ജഡ്ജ്, ദൈവത്തെയും ഭയമില്ല, മനുഷ്യരെയും ശങ്കയില്ല. He doesn't have any respect or reverence for God, nor does he care for the people, but he is a judge. The description given for the judge is that he's a wicked judge. He doesn't care for anyone or anything. അങ്ങനെ ഇരിക്കുമ്പോൾ
എന്തുകൊണ്ടാണ് ഈ ന്യായാധിപതി ഈ വിധവയ്ക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി അല്ലെങ്കിൽ അപേക്ഷയ്ക്ക് മറുപടി കൊടുത്തെന്ന് അറിയാമോ? Why is that this wicked judge responded to this widow? എന്തുകൊണ്ടാ? Why did the wicked judge respond to this widow? അസഹ്യപ്പെടുത്തി അല്ലേ? She kept coming and pestering him. ആ ഒരു ചിത്രം കാണിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നമുക്ക് അങ്ങനെ ആ ഒരു വിധവയ്ക്ക് അങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നെങ്കിൽ എന്ന് വെച്ചാൽ ആ വിധവ ആ ന്യായാധിപതിയുടെ സന്നിധി വിട്ടു പോകുവാൻ മനസ്സില്ലായിരുന്നു. പ്രാർത്ഥനയ്ക്ക് അപേക്ഷയ്ക്ക് മറുപടി ലഭിക്കുന്നവരെ ആ ന്യായാധിപതിയെ ഒന്ന് അസഹ്യപ്പെടുത്തുവാൻ ഒരു മനസ്സും താല്പര്യമുണ്ടായിരുന്നു. അതല്ലെങ്കിൽ നമ്മൾ വേറെ ഇത് ചിന്തിച്ചാൽ, if we abide in the presence of God until we receive a response from the Holy God, our God who is much better than the wicked judge, a God who is willing to give us the best of all things, if we are willing to spend time in His presence, abide in His presence, how much more will our Father not do for us? ഒരു ദുഷ്ടനായ ന്യായാധിപതിക്ക് അസഹ്യം മുഖാന്തരം അല്പം മറുപടി കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവ് കൂടെ നമ്മൾ ആ പിതാവിൻ്റെ കൂടെ വസിക്കുന്നുവെങ്കിൽ എത്രയോ നന്മകൾ നമുക്ക് തരുവാൻ സാധിക്കും. It talks about being in that presence of the judge, the same way we abide in the presence of the Holy God. The second thing that we must do to maintain this constant connection is to say that we must be meditating in the Word of God. പ്രാർത്ഥന മാത്രമല്ല, നമ്മൾ ചെയ്യണം, ഈ വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. In John chapter 8 verse 31 it says, then Jesus said to the Jews who believed him, if you abide in my word, then you are my disciples indeed. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. ദൈവത്തിൽ വസിക്കുക അല്ലെങ്കിൽ യേശുവിൽ ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവവചനത്തിൽ വസിക്കണം. We must live and abide in the word of God. In the book of Revelation, chapters 2 and 3, we read about 7 churches. In that 7 churches, only 2 churches have no wrong that Jesus Christ points out. What churches are they? Smyrna and Philadelphia. Right? ആ 2 സഭകളോട് വലിയ കുറ്റമൊന്നും പറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനില്ല. But you look at the church in Philadelphia, you notice what Jesus says about them. You have little strength. നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂ. You only have little strength. പക്ഷേ അല്പമേ ശക്തി ഉള്ളപ്പോൾ അവരൊരു കാര്യം ചെയ്തു. ദൈവത്തിൻ്റെ വചനം കാത്തു. They kept the word of God. They abided in the word of God. Whatever way you interpret the phrase that it says they are of little strength, there must be, maybe it's the talents, maybe it's the abilities, maybe it's the wealth, maybe it's the popularity, maybe it's the influence, maybe it's physical strength. Whatever way you interpret the fact that Jesus says you are of little strength, that's not the point he's making. He is saying even though you lacked certain things, one thing you did not lack. You did not lack the drawing and the affinity and the attraction for the word of God. You kept it, you protected it, you kept it within your heart, within the church. As a people of God, we must realize നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും നമ്മളതുപോലെ തീരുമാനിക്കണം. നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും എന്ത് ശൂന്യത വന്നാലും അങ്ങയുടെ വചനത്തെ ഞാൻ കാക്കുമെന്ന് പറയുവാൻ നമുക്കൊരു ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കണം. We must say, no matter what I lost, what I have lost before, what I might lose today, what I might lose tomorrow, it doesn't matter. I may be of little strength, but I have kept your word. നമ്മുടെ ഉള്ളിൽ ആ വചനം സംഗ്രഹിക്കുവാൻ നമുക്കൊരു താല്പര്യമുണ്ടായിരിക്കണം. When my grandfather was much older in age, he said, he was lost his memory. He had needed help all the time, so he was in an assisted living facility. He said, please put me there. It was his request. He said, I don't want the kids to be worried. Just keep me there. So I would go and visit him 2 or 3 times a week. So one time as I was going there, his memory started to fade. I'm the oldest grandson, so he has seen me all his life. And so when I walk in, he will tell me, so he has a memory. And then he would forget my name in the next sentence.
So one time when I went there, I asked, Appacha, in the Bible vaicho? Appacha, did you read the Bible today? He said, no, I haven't read today. I said, do you want me to read it for you? Read it with you? He said, sure, read it, let's read. And I asked him, what chapter do you want me to read? And he gave me a chapter from the book of Isaiah. And so he's already losing his memory. He's already forgotten my name in the conversation 1 or 2 times. What surprised me was that he told me to read a chapter. I read it. Halfway into it, I made a mistake in one of the words. ഉടനെ അപ്പച്ചൻ പറയാം, അവിടെ നിൽക്കട അവിടെ, അങ്ങനെയാണെന്ന് എഴുതിയിരിക്കുന്നത് അവിടെ. Is that how it's written there? He called me out on that one word. Mind you, just 2 minutes ago, he forgot my name. And until I read that chapter correctly, he kept having me read that verse over and over again. That's how you keep the word. No matter what you lose, you may lose your memory. You may lose your faculties. You may lose your health. You may lose your comfort. But the church in Philadelphia, Jesus says, you have kept my word. For us to abide in Christ means we abide in his word consistently. The third thing that we must do to maintain this constant connection is to obey the word of God. മൂന്നാമത് നാം ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ അനുസരണം ഉണ്ടായിരിക്കണം. ഒന്നിവനാ നമ്മളിങ്ങനെ വായിക്കുന്നല്ലോ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവനാണ് യഥാർത്ഥമായി ക്രിസ്തുവിൽ വസിക്കുന്നത്. The one who obeys his commandments is the one who truly abides in the Lord Jesus Christ. So that's the fourth thing that we were talking about last week. Today what I want to tell you is that this is a commandment. Abide in me is a necessity in our life. ഇതൊരു കൽപ്പനയാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ ഒക്കുന്നതല്ല. യേശു പറഞ്ഞില്ല, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എന്നോട് വസിക്കാനല്ല പറഞ്ഞത്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ. You must abide in me. It is a commandment. In verse 5 it says, I am the vine, you are the branches. He who abides in me, in him bears much fruit, for without me you can do nothing. What is this commandment for? The commandment is for us to be fruitful as a Christian. The commandment is for us to be productive as a child of God. So for that to happen, this commandment must be obeyed. If you don't abide in me, you cannot bear fruit. നിങ്ങൾ എന്നിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫലം കായ്ക്കുവാൻ കഴിയത്തില്ല, സാധിക്കത്തില്ല. What I notice in Florida is most of you have some sort of gardening and fruits and trees and cultivations and good things going on. In Dallas, there's not much gardening of mangoes and guavas and stuff like that, or grapes. പക്ഷെ വീട്ടിനൊത്തി കുറച്ചിരിപ്പുണ്ട്, ആപ്പിളും മുന്തിരിയൊക്കെ വീട്ടിനുള്ളിലിരിപ്പുണ്ട്, ഒരു ടേബിളിലാണ് ഇരിക്കുന്നത്. You know what those are? Plastic ones. ചില ക്രിസ്ത്യാനികൾ ഇതുപോലെ ഫലമുണ്ട്, പക്ഷെ എല്ലാം പ്ലാസ്റ്റിക്കാണ്. വളർച്ചയില്ല, വിത്തില്ല, കണ്ടാൽ നല്ല ഷൈനിങ്ങാണ്, നല്ല ഗ്ലോറി, നല്ല കളറ്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഒരു ഒറ്റ വ്യക്തി എടുത്ത് അത് കടിക്കത്തില്ല, ഒറ്റ വ്യക്തിക്ക് അത് ആസ്വദിക്കാൻ ഒക്കത്തില്ല. ഇതുപോലെ ഒത്തിരി പ്ലാസ്റ്റിക് ഉണ്ട് കേട്ടോ. There's so many Christians who live a plastic life. On the outside it looks really good. The color is good, the shine is good, the gloss is good. And everybody looks at it and says, it is such a beautiful thing to see. പക്ഷേ ഇതുവരെ നമ്മുടെ ആടെയും വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും എടുത്ത് ചോദിച്ചോ, ഇതിന് എത്ര വളമിട്ടെന്ന്, ഇതെത്ര ദിവസം എടുത്ത് വളരാനെന്ന്? നമ്മൾ ആരും ചോദിക്കത്തില്ല. നമുക്കറിയാം ഇതെന്തുവാ, ഇതൊരു കൃത്രിമം, ഇത് ചുമ്മാ ഉണ്ടാക്കി വെച്ചിരിക്കുക. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നില്ല എങ്കിൽ നമ്മളും ആ ട്രാപ്പിൽ വീണു പോകും കേട്ടോ. ഒരു കുറ്റബോധം ഉണ്ടാകും നമുക്ക്. എടാ, ഞാനും ഇത്ര നാളും ക്രിസ്ത്യാനിയായിട്ട് ഒരു ഫലമില്ലല്ലോ, എന്നാൽ ഒരെണ്ണം എടുത്ത് വെച്ചേക്കാം. അതങ്ങ് നടക്കത്തില്ല. As a child of God, if you abide in Christ, you will bear fruit. If you do not abide in Christ, Jesus says, there is no way you will abide any fruit if you don't abide in me. There's no way you will produce any fruit if you don't abide in me. The real fruits have a real connection.
The real fruits get their source of life from the true vine itself. So Jesus is saying, I want you to bear fruits, but there's a commandment that comes with it. The commandment is, you shall abide in me. Within us, there isn't much good that we can offer unto God. നമ്മളിൽ തന്നെ ഏറ്റവും നന്മയായിട്ട് കൊടുത്താലും കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെ എന്തോന്നറിയാമോ? കറ പുരണ്ട. Our best that we can offer unto the Lord are filthy rags. നമ്മൾ എത്ര ഉണ്ടാക്കി വെച്ചാലും, എത്ര കൃത്രിമമായി ചെയ്താലും, എത്ര നല്ല മനോഹരമായി അത് പൊതിഞ്ഞു വെച്ചാലും, ദൈവം പറയുന്നു, നീ കൊണ്ടുവെക്കുന്നതെല്ലാം കറ പുരണ്ട തുണിയാണ്. പക്ഷെ നമ്മൾ യഥാർത്ഥമായി ആ മുന്തിരിവള്ളിയിൽ വസിക്കുന്നെങ്കിൽ, ദൈവത്തിൽ നമുക്ക് ഉണ്ടാകുന്ന അനുഭവം മുഖാന്തരം നമ്മളിൽ ഉണ്ടാകുന്ന ഫലമുണ്ടല്ലോ, അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഫലമായി മാറും. It becomes something that brings glory unto the Heavenly Father. I'll give you some fruits that we should be mindful of. What are some fruits that should be obvious or evident if we are abiding in Christ? നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ എന്തെല്ലാം ഫലങ്ങൾ മിനിമമായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന അറിയാമോ? ഒന്ന്, ആത്മാവിൻ്റെ ഫലം. The fruit of the Spirit must be evident in our life. Love, joy, peace, kindness, goodness, meekness, self-control, faithfulness. All of these things should be true and evident in our life. And it's only possible if you are abiding in the Lord Jesus Christ. വീണ്ടും ദൈവം പറയുന്നു, there's a fruit of righteousness. നീതിയുടെ ഫലം. The fruit of righteousness must be true in us. The fruit of holiness, വിശുദ്ധിയുടെ ഫലം നമ്മൾ കാണണം. The fruit of our lips should be thanksgiving. അതര ഫലം എന്ന് വെച്ചാൽ സ്തോത്രയാഗം നമ്മൾ ഉണ്ടാകണം. അത് എപ്പോൾ ഉണ്ടാകും എന്നറിയാമോ? പാട്ട് പാടുമ്പോഴല്ല. ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്നു, ഒരു കാട്ടൊലിവായ എന്നെ കൂട്ടിച്ചേർത്ത ക്രിസ്തുവിൽ വസിക്കുന്നു നമ്മൾ ചിന്തിക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുമ്പോൾ, അപ്പോൾ തന്നെ സ്തോത്രയാഗം എന്ന അതര ഫലം നമ്മളിൽ നിന്നുണ്ടാകും. The fruit of lips should be our thanksgiving. Fruit in every good work. Sagala sal pravartiyilum phalam kaayikkanam nammal. We should be fruitful every good work. And there should be a fruit of generosity. Or ഔദാര്യ അല്ലെങ്കിൽ ദാനശീല മനോഭാവം അല്ലെങ്കിൽ ആ ഫലവും നമ്മൾ ഉണ്ടായിരിക്കണം. അത് എപ്പോൾ സംഭവിക്കും? When we abide in the Lord Jesus Christ. What happens when we become fruitful? നമ്മൾ ഫലപ്രദമാകുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ്, I have heard people say, Lord, let my life bring glory unto you. ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടില്ല, കർത്താവ് എൻ്റെ ജീവിത മുഖാന്തരം അങ്ങേക്കൊരു മഹത്വം ഉണ്ടാകട്ടെ എന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്താൽ മതി, ദൈവത്തിന് മഹത്വം വേണമെങ്കിൽ ഫലം കായ്ച്ചാൽ മതി. ആ ഫലം കായ്ക്കണം എന്ത് ചെയ്യണം? Abide in Christ. You see the importance of that commandment, the weight of the commandment. For us to bear fruitful, for us to bring glory unto the Heavenly Father, there's only one way to do it, is become fruitful. And the only way to become fruitful is to abide in the Lord Jesus Christ. So there's an absolute dependency in this vine that we're connected to. അതിൻ്റെ കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നു, without me you can do nothing. എന്നിൽ കൂടെ അല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. There are people who are busy in Christendom, but they're not busy doing what God has asked them to do. It's a big difference between being busy and being fruitful. കുറേ പേര് കർത്താവിനെ അടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ, യേശു പറഞ്ഞു, കർത്താവ് ബാ എൻ്റെ കൂടെ ഇരിക്കുക, ഒരു സർട്ടിഫിക്കറ്റ് തരാം. അങ്ങനെ എന്നാ യേശു പറഞ്ഞേ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. So there's a big difference between being busy and active than being fruitful. Fruitful means you abide in Christ and the Lord gives the fruit for people to enjoy. But people stay busy to make it look like that they're abiding in Christ. And the Lord Jesus said, there is no excuse. If you are without me, you can do nothing. In other words, for us to be victorious, നമുക്ക് ജയം ഉണ്ടാകണമോ, we must abide in Him. For us to be overcomers, നമുക്ക് അതിജീവിക്കണമോ, we must abide in Him. For us to be holy, we must abide in Him. നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ വസിക്കണം. For us to walk as He walked, we must abide in Him. ക്രിസ്തു ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ വസിക്കണം.
And the last thing I want to share with you on that topic is abiding in Christ is an indescribable, inexpressible privilege. ഇതൊരു പറഞ്ഞറിയിക്കാനാവാത്ത ഒരു പദവിയാണ്. Remember the first week we said we were wild olive shoots. നമ്മൾ കാട്ടൊലിവലായിരുന്നു. നമ്മളെ ആ കാട്ടിൽ നിന്നെടുത്ത് നല്ല മുന്തിരിവള്ളിയോട് ചേർത്ത് വെച്ചു. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ ആഴം പറഞ്ഞു തീർക്കുവാൻ സാധിക്കുന്ന ആർക്കുണ്ട്? Who can describe in its entirety what that privilege looks like? That's why I said this is an inexpressible privilege. എന്തുകൊണ്ടാണ് ഇത് നമുക്ക് പറഞ്ഞ് അറിയിക്കാനാകുന്നത് അറിയാമോ? One, it's incomprehensible. ഇതിൻ്റെ ഫുൾ, അതിൻ്റെ ആ മുഴുവൻ ആഴം നമുക്ക് ആർക്കും ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു പരിശുദ്ധ ദൈവം, ഒന്നിനും കുറവില്ലാത്ത ദൈവം, ഒരു പൂർണ്ണനായ ദൈവം ഭൂമിയിലേക്ക് നോക്കിയിട്ട് പറയുന്നു, ഇതാ എൻ്റെ സൃഷ്ടി, അവരെയും കൂടെ എൻ്റെ കുടുംബത്തോടാക്കാമെന്ന് പറയുവാൻ ആ ദൈവത്തിന് എങ്ങനെ മനസ്സ് തോന്നി? We're not able to understand fully. Second, it's an immeasurable love. അളക്കാനൊക്കാത്ത ഒരു സ്നേഹമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. Third, it's an undeserving love. നമ്മൾ അർഹിക്കാത്ത സ്നേഹമാണ് നമ്മുടെ പിതാവ് നമുക്ക് തന്നിരിക്കുന്നത്. Fourth, it's an unconditional love. എൻ്റെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല നോക്കി കർത്താവ് എനിക്ക് സ്നേഹിച്ചത്. ഞാൻ പാപിയായിരുന്നപ്പോൾ തന്നെ എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, it is an unconditional love. It's an unfailing love. ഇത് തീർന്നു പോകാത്ത ഒരു നിരന്തരമായ ഒരു സ്നേഹമാണ് ഞാൻ അനുഭവിക്കുന്നത്. This is a sacrificial love. ഇത് തികച്ചും യാഗം അല്ലെങ്കിൽ വേദന നിറഞ്ഞൊരു സ്നേഹമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മളെ സ്നേഹിച്ച നമ്മുടെ ദൈവം. This is a transformative love. ഇത് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നൊരു സ്നേഹമാണ്. That's why I'm saying this, to be grafted into the vine, is an inexpressible, indescribable privilege that we have. നമ്മൾ ഒരു കാലത്ത് മരിച്ചവരായിരുന്നു. We were dead once. നമുക്കെപ്പോഴാണ് ജീവൻ വന്നറിയാമോ? ഈ നല്ല മുന്തിരിവള്ളിയോട് കൂട്ടിച്ചേർത്തപ്പോൾ. അതുവരെ നമ്മൾ മരിച്ചു കിടന്നു. അതുവരെ നമ്മളെ ആർക്കും വേണ്ട. അതുവരെ നമ്മൾ ആരും നോക്കത്തില്ല, ആരും ഗണിക്കത്തില്ല, ഒന്നും പറയുവാനില്ല, ഒരു വിശേഷം നമുക്കില്ല. പക്ഷേ സ്വർഗസ്നായ പിതാവ് പറഞ്ഞു, അതിനെല്ലാം എടുത്ത് എൻ്റെ കൂടെ നിന്ന് ചേർത്ത് വെച്ച് അവർക്ക് വില ഞാൻ കൊടുക്കും, അവർക്ക് വിശേഷം ഞാൻ കൊടുക്കും, അവർക്ക് സ്വഭാവ രൂപീകരണം ഞാൻ കൊടുക്കും, അവർക്കുള്ള വിലമതി ഞാൻ കൽപ്പിക്കും, എൻ്റെ രക്തത്താൽ ഞാനൊരു വീണ്ടെടുക്കും. അതുകൊണ്ടാണ് ദൈവമക്കൾ ഞാൻ പറയുന്നത്, ഇത് നമുക്ക് അറിയിക്കുവാനാകാത്ത ഒരു പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. In Romans chapter 5 verse 8, Paul says, God demonstrated his love for us while we were still sinners. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. He demonstrated his love. In 1 John chapter 3 verse 15, we said, by this we know love, because he laid down his life for us, and we also ought to lay down our lives for the brethren. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊണ്ടതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നമുക്ക് സ്നേഹമില്ലായിരുന്നു, സ്നേഹം എന്തെന്ന് പോലും അറിയത്തില്ലായിരുന്നു. നമ്മളെ സ്നേഹം പഠിപ്പിച്ച ആരെന്നറിയാമോ? നമ്മുടെ ദൈവമാണ്. He is the one who taught us and helped us to realize what true love is. എഫെസ്യർ ലേഖനം ഇങ്ങനെ വായിക്കുന്നു, but God who is rich in mercy because of his great love with which he loved us. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. ഇതെല്ലാം വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ആ സ്നേഹത്തിൻ്റെ ഒരു അംശം പറയാൻ നമുക്ക് സാധിക്കുന്നില്ല, അല്ലേ? നമ്മൾ എത്ര വിശദീകരണം ഉപയോഗിച്ചാൽ, no matter how many adjectives you may use to describe the love of God, ഒരു 10-1 പോലും നമുക്ക് പറയുവാൻ സാധിക്കുന്നില്ല. 1 John 4:19, John said, we love him because he first loved us. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. ഈ ഭൂമിയിൽ നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചാൽ അവർ നമ്മളെ സ്നേഹിച്ചേക്കാം, ഒരു പക്ഷേ. എന്നിട്ടും ആ സ്നേഹത്തിന് തണുപ്പുണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ ആ സ്നേഹം എല്ലാം മാറിപ്പോകും, അല്ലെങ്കിൽ ആത്മാർത്ഥത അല്ലെങ്കിൽ അടുപ്പം മാറിപ്പോകും. ഇവിടെ പറയുന്നു, നമ്മളല്ല ആദ്യം ദൈവത്തെ സ്നേഹിച്ചത്. We didn't love God first. It says he first loved us, and as a result we know what it means to love God. വീണ്ടും യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നതല്ല കേട്ടോ. You didn't come seeking after me. I came seeking for you.
നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നതല്ല, ഞാൻ നിങ്ങളെ അന്വേഷിച്ചാണ് വന്നത്. ഈ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ട എല്ലാ ദൈവങ്ങളും ഉണ്ടല്ലോ, ആ മനുഷ്യരെല്ലാം ഇപ്പോഴും ദൈവത്തെ അന്വേഷിച്ച് പോവുക. എല്ലാ മതത്തിലും ദൈവത്തെ അന്വേഷിച്ച് ആൾക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ ദൈവമുണ്ടല്ലോ, സ്വർഗാദി സ്വർഗങ്ങളെ മഹിമകളെല്ലാം വിട്ട് നമ്മളെ അന്വേഷിച്ച് ഈ ഭൂമിയിൽ കടന്നു വന്നു. ഹൗ can we describe that love of God? ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, he was criticizing Christianity. He was studying Christianity to see if it is true. And after he studied, had to research for several years, he said this: the uniqueness of Christianity is that it's the only religion in which a holy God comes and lives inside a person. ചിന്തിച്ചു നോക്കിയേ, ക്രിസ്തീയ വിശ്വാസത്തിൽ മാത്രമേ ഉള്ളൂ ഒരു പരിശുദ്ധ ദൈവം ഒരു അഴുക്കായ വ്യക്തിയുടെ ഉള്ളിൽ വന്ന് താമസിക്കുവാൻ മനസ്സ് കാണിക്കുന്നത്. നമ്മൾ പറയുന്ന ഈ ദൈവം മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ ഒറ്റ ദൈവത്തിനും ആ ഗുണവിശേഷമില്ല. ആ വേറൊരു ദൈവങ്ങൾക്കും ആ ഒരു വാചകം പറയുവാൻ, ആ ഒരു സ്വഭാവ ഗുണം പറയുവാൻ സാധിക്കുന്നില്ല. It's only my God. It's only our God. It is the Lord Jesus Christ who said, yes, I am holy, but I will go and abide in the hearts, in the lives of the people. There's an old song that goes like this: Lord God, when I think about this wonderful love, who can understand it? I'm not able to measure the depth or the height or the width of this love. If I had thousands and thousands of tongues to sing, even then I could not properly describe this love. Even if I had thousands and thousands of tongues to sing, I couldn't even describe 1/10,000 of the love of the Holy God. ആർക്കറിയാം ഇത് പാട്ടാന്നറിയാമോ? ദൈവമേ നിൻ മഹാ സ്നേഹമതിൻ വിധമാർക്കു ചിന്തിച്ചറിയാം. ദൈവമേ നിൻ മഹാ സ്നേഹമതിൻ വിധമാർക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമാളം നീടാനെത്ര ബഹുലമഹും. എനിക്കാവതില്ലേ അതിനാഴമാളം നീടാനെത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആമേൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ആയിരമായിരം നാവുകളാൽ അത് വർണ്ണിപ്പതി നെളുതോ. ആയിരം അത് വർണ്ണിപ്പതി നെളുതും. 10,000 ചൊല്ലിടുവാൻ പാരില സാധ്യമഹും. 10,000 ചൊല്ലിടു പാരില സാധ്യമഹും. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. It is an inexpressible love that has grafted us, once we were wild olive shoots, into the true vine and the beautiful vine and the living vine, who is the Lord Jesus Christ. ഈ സ്നേഹത്തിൻ്റെ ആഴം അല്പം പറഞ്ഞ പൗലോസ് ഒരു പ്രാവശ്യം ഇങ്ങനെ ചോദ്യം ചോദിച്ചു: ഈ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ഈ ഭൂമിയിൽ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ കഴിയുമോ? Will anything ever separate me from the love of God? പൗലോസ് അത് 2 പ്രാവശ്യം എടുത്തു ചോദിക്കുന്നു. What then shall we say to these things? If God is for us, who is against us? What then shall I say? If is there anything that can separate us from this love of Christ? Shall tribulation, പീഡനം വന്നാൽ, പ്രയാസം വന്നാൽ, പ്രതിസന്ധി വന്നാൽ,
ക്ഷാമം വന്നാൽ, നഗ്നത വന്നാൽ, അപകടം വന്നാൽ, വാൾ വന്നാൽ, ഇതെന്തെങ്കിലും എന്നെ ഈ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുമോ? Paul is saying, no matter what comes in my life, I will do one thing. I will abide in this true vine. Nothing will separate me from this true vine. Nothing will separate me from this indescribable love. Nothing will move me away from this inexpressible privilege that I have received to be grafted in to the true vine, because I know who I was once. ഞാൻ ആരായിരുന്നു എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ഏറ്റവും പാപികളിൽ ഒന്നാമനായിരുന്നു. പക്ഷേ ആ വ്യക്തിയെ എടുത്ത് ഈ നല്ല മുന്തിരിവളോട് കൂട്ടിച്ചേർക്കുമ്പോൾ ഇനിയിപ്പോൾ ഈ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ഒരൊറ്റ കാര്യത്തിനും സാധിക്കത്തില്ല എന്നാണ് പൗലോസിന്റെ സാക്ഷ്യം. Paul's testimony is nothing will separate him from the love of Christ. For those who are in Christ, he is a new creation, which means we abide in the Lord Jesus Christ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ചേർക്കുമ്പോഴാണ് നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറുന്നത്. അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് കേട്ടോ. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട്. വെറുതെ അവിടെ ഒന്ന് ഇരിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ ഫലം കായ്ച്ച് സ്വർഗ്ഗസ്ഥനായ പിതാവിന് മഹത്വം കൊടുക്കുമാറ് നമ്മുടെ ജീവിതം പുലർത്തുവാനാണ് നമ്മുടെ ക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.